നിന്റെ അച്ഛൻ നമ്പർ പറ. അയ്യോ സാറേ, വാപ്പാനെ വിളിക്കരുത്, ഞാനിനി അങ്ങോട്ട് പോവില്ല. പിന്നെ പിന്നെ നീ എങ്ങോട്ട് പോകും? അവൻ വരുമെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പൊ നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയാണ് വരുന്നത്. വീട്ടുകാരടിക്ക് ചെറുകിരിക്കുന്നു കല്യാണം കഴിക്കും കൊച്ചു മാറ്റങ്ങളാണ് വിളിക്കുന്നത്. അവൻ ഫോൺ അടിക്കില്ല, വരികയും വരും. രാവിലെ 9:30 ട്രെയിന് പോകാൻ പറഞ്ഞതാ. ഇപ്പൊ മണി 12 അവൻ വന്നു. വന്നില്ലെങ്കിൽ അടുത്ത ട്രെയിന് ഞാൻ ചാവും. വകതിരിവില്ലാതെ ഓരോന്നൊക്കെ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. പോലീസിന് പണിയില്ല, ചാടി ചാകുമെന്നും നിന്നെ സ്വന്തമാണോ? എന്താണ് കുലശേഖരൻ? നിങ്ങൾ ഈ സ്റ്റേഷനിലെ ക്രമസമാധാനത്തിന്റെ സുഖകരമാണല്ലേ? ഒരു കൊച്ചു പെൺകുട്ടി ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്ന് വിട്ടാൽ ഇവിടെ സുരക്ഷിതമായി രക്ഷാകർത്താക്കളെ ഏൽപ്പിക്കാൻ ബാധ്യതകളാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞതാ വീട്ടിൽ കൊണ്ടുവിടാം, പക്ഷെ കുട്ടി സമ്മതിക്കണ്ടേ? அப்படியா? என்ன சின்னப்பாப்பா, എന്താണ് ഇവിടെ പ്രശ്നം? சொல்லுங்க, நான் இருக்கு உனக்கு. எஸ்ஐ சார், குழந்தைக்கு டீயோ காஃபி ஏதாவது வாங்கி கொடுங்க. நான் குழந்தையோட பேசிட்டு என்ன கேட்டு உன்னோட யார் இங்க வர சொன்னது? ഒരു ഫ്രണ്ടാ. யார் இந்த பையனு? Facebook உள்ளதா? அவரு நம்பர் இருக்கா? அது அந்த திருட்டு பையன் டைம் பண்ணுங்க. எடுக்க மாட்டேன். கொடு. ஹலோ, இருந்தாரா? நான் ஸ்டேஷன் மாஸ்டர் ஹரிஹர சுப்ரமணியன். ரயில்வே ஸ்டேஷன் தாண்டா. உனக்காக ஒரு பெண்குட்டி ஸ்டேஷன்லயே வெயிட் பண்றது. எஸ் ஸ்ரீயாதா, தெரியுமா உனக்கு? இல்லையா, நீ வரல? அப்படியா? சரி சரி, சீக்கிரம் வந்துட. அது வரைக்கும் என் பக்கத்திலே இருப்பேன். சீக்கிரம் வேணா. மிதுன் வந்த வழியிலே ஒரு சின்ன ஆக்சிடென்ட். அவரு கொல்ல மாட்டாரு, உள்ள வந்துடுவா. அது வரைக்கும் குட்டி இங்க இருக்க வேண்டாம். என்னோட கோட்டையிலே வெயிட் பண்ணலாம். இது ரொம்ப மோசமான இடம். യാത്രക്കാരും പൂർണ്ണമാരും എല്ലാം കുട്ടിയെ ശ്രദ്ധിക്കും. പിള്ളേ, മിഥുൻ വന്ന വഴിയില് ഒരു സിനിമ ആക്സിഡന്റ്. ഇവിടെ വന്നിടുവാ. അതുവരെ കുട്ടി ഇങ്ങ இருக்க வேண்டாம். பத்திரமா ഇവിടെ കോട്ടേഴ്സിന്റെ അരപ്പിടും. അത് വേണ്ട സാർ, ഞാൻ ഇവിടെ ഇരുന്നോളാം. മിഥുൻ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ ഉന്നോട് അപ്പാമാരുതാനേ. ഞാൻ ഭയപ്പെടണം. നീ എപ്പോഴും കണ്ടപ്പോഴാൻ. അതെ 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 അതെ, എല്ലാ പെൺകുട്ടികളും സ്വാമിക്ക് സ്വന്തം മകളെ പോലെ കണ്ടം സ്നേഹിച്ച് കാടിച്ച് തിന്നും. കൊച്ചുകുട്ടിയല്ലേ, അവളെ ഉത്തരവാദിത്തോടു കൂടി അവൾ ആഗ്രഹിക്കുന്ന ഘടകങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് കടമയല്ലേ? പിന്നെ കടമയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാകുമ്പം കടമയുടെ കടുപ്പം കൂടും. കുട്ടി വന്ന ഞാൻ സാറിന്റെ കോട്ടേഴ്സാണ്. തൊട്ടടുത്ത ഈ കോമ്പൗണ്ടിൽ തന്നെ. ഒന്നുകൊണ്ടും ഭയപ്പെടുന്നില്ല. കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഒന്ന് കരുതിയാൽ വന്നാൽ
കുട്ടി സെത്തോളൂ. ഋതുവിനെ ഞാൻ ഒന്നുകൂടെ കൂപ്പിടാം. ക്വാർട്ടേഴ്സിൽ ഞാൻ പറയാം. സെത്തോളൂ. കൃഷ്ണൻകുട്ടിയോട് പറയണം കുട്ടിക്ക് ഭക്ഷണവും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി കൊടുക്കാൻ. മനസ്സിലായോ? ഞാൻ ഉടനാക്കി എത്തുമെന്ന്. നീ ഇങ്ങനെ ഓരോന്നിനെ നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും. അനുഭവിക്കുക തന്നെ. അല്ലെങ്കിൽ ആ പിഞ്ചി പ്രാവിന് വീട്ടുകാരെ പറ്റി ചൊളിച്ചോടി എന്റെ മുന്നിൽ തന്നെ വന്നെത്തേണ്ട വല്ല കാര്യവുമുണ്ടോ? ഓരോന്നിന്റെ വിധി. ആത്മ അവതരിപ്പിക്കുന്നു. ജാഗ്രത. കഥാപാത്രങ്ങളാകുന്നവർ സോമ മാത്യു, ഹരി ഏറ്റുമാനൂർ, പ്രസാദ് ഐമനം, കെ വി കാൻസൻ, വേണു സാജൻ, ശിവമണി, അബിൻ സാംപോൾ, രാജേഷ് പോൾ, ദിലീപ്, റോയ് വർഗീസ്, ജയശ്രീ ഉപേന്ദ്രനാഥ്, സൗപർണിക കാൻസൻ, ബിന്ദു രാജേഷ്. നാടകരചന എൻ ഗണേഷ് ഷൊർണൂർ. ദീപനിയന്ത്രണം രാജപ്പൻ, പത്മ സൗണ്ട്സ്. രംഗശില്പം ആർട്ടിസ്റ്റ് സുജാതൻ. മേക്കപ്പ് രാജേഷ് ജയൻ. ശബ്ദ സാന്നിധ്യം കുഞ്ഞുണ്ണി. പശ്ചാത്തല സംഗീത നിയന്ത്രണം നവറോസ് ടാൻസൻ. രംഗമൊരുക്കുന്നവർ ഗോപി, സാബു, മോർച്ചൻ. റെക്കോർഡിംഗ് ജയദേവൻ, നിഖിൽ, DDM സ്റ്റുഡിയോ കോട്ടയം. നാടക സാക്ഷാത്കാരം സംവിധാനം കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ. രണ്ടാമത് കോട്ടയം ഫെസ്റ്റിനോടനുബന്ധിച്ച് ആത്മയ്ക്ക് നാടകം അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ കോട്ടയം ഫെസ്റ്റ് ഭാരവാഹികളോടും ദർശന കൾച്ചറൽ സെന്ററിനോടും വിശിഷ്യ പ്രിയപ്പെട്ട എമിൽ അച്ഛനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി ഞങ്ങളെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നാടക സ്നേഹികളായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ശബ്ദം നൽകി സഹായിക്കുന്ന ഏഷ്യൻ സൗണ്ട്സിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാടകം തുടരുന്നു. ജാഗ്രത. വീണ്ടും സൈബർ തട്ടിപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥയായ വീട്ടമ്മയിൽ നിന്നും 11 ലക്ഷം രൂപ തട്ടിയെടുത്തു. നഗ്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ്. തട്ടിപ്പിനിരയായ സ്ത്രീ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതി വലയിലെന്ന് സൂചന. അതിദാരുണമായ മറ്റൊരു വാർത്തയിലേക്ക്. റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി. സ്റ്റേഷൻ യാർഡിന് സമീപം ട്രാക്കിനോട് ചേർന്നാണ് ബോഡി കിടന്നിരുന്നത്. കൈകാലികൾ വേർപെട്ട നിലയിലാണ്. 15 വയസ്സ് പ്രായം വരും. സ്കൂൾ ബാഗ് തൊട്ടടുത്ത് തന്നെ കിടന്നിരുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബോഡി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മോർച്ചറിക്ക് മുന്നിൽ നിന്നും ഞങ്ങളുടെ ലേഖകൻ ഗോപു പനച്ചിക്കാടിന്റെ തത്സമയ റിപ്പോർട്ടിലേക്ക്. ഹലോ ഗോപു, കേൾക്കാമോ? ഹലോ, എന്താണ് ഗോപു അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ?
എവിടെ പോയി കിടക്കണോ? എന്തുട്ട പറയാ? അത് ഉടനെ ഒന്ന് മാറ്റണമെന്നാണ് അലക്സാണ്ടറിന്റെ അഭിപ്രായം. കേന്ദ്രത്തിന്റെ വലിയ ആഫീസർ ജനങ്ങൾക്ക് വരുന്നതെന്ന് ഇത് ഹരിഹര സുബ്രഹ്മണ്യരുടെ ദ്രൗപദ്യം പറ്റില്ല. എന്നാ കാര്യം? എന്നാ ഇത് ഹരിഹര സുബ്രഹ്മണ്യൻ സർവീസിലായി കയറിയിട്ട് 33 years ആയി. 31 വർഷം. 31 വർഷമോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? എടാ 33 വർഷം. ഏത് വലിയ ആഫീസർ വന്നാലും എന്നെ തൊടമാട്ടെ. நான் சொன்ன மாதிரி அவங்க தடப்பு எடுப்பு கிடப்பு தெரிஞ்சுதா? നിന്നോട് ശങ്ക പറഞ്ഞിട്ട് കാര്യം ഓണം ഓണം പോയി. ഞാൻ ഇതിലെ പറഞ്ഞ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കണം. എന്തിട്ട് കാര്യം? എടാ പല കഴുതേ നമ്മുടെ മുന്നേമ്മ കൂടെ വീട്ടിൽ പുതിയതാ ഒരു പെണ്ണ് വന്നിരിക്കില്ലയാ? അവളെ ഇന്ന് ചൊല്ലി അനുപ്പിട് സീക്കിരം. ആ കട്ടില് കണ്ട് പണിക്കണ്ട കേട്ട. ആ കട്ടിലൊന്ന് കണ്ണിനെ കാണാൻ പോലും തരാട്ടില്ല. എന്നിട്ടാ ഇപ്പൊ നീ ചെന്ന് ഞാൻ சொன்ன மாதிரி சொன்னா போதுം. പോക സാറേ, ഈ മുനിയമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണല്ലെന്ന് ഉരുട്ടു കോട്ടയാണ്. അല്ല, ആ കോട്ട തകർക്കാൻ അലക്സാണ്ടർ സാറ് അണ്ടർഗ്രൗണ്ട് പിക്കാസുമായിട്ട് കിട തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഈ കോട്ട പൊളിക്കുകയും ചെയ്യും, അകത്ത് കടക്കുകയും ചെയ്യും, സാധനം പൊക്കുകയും ചെയ്യും. ഷുവറാ. ഞാൻ சொன்னேன். പോണം പോയി ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുക്കണം. പോണം പോ. എന്താണ് പോകുന്നത്? അലക്സാണ്ടർ എന്താ പറയല്ലേ? എവിടുന്നേക്ക് ഓക്കെ ഓൾറെഡി അറേഞ്ച്. എന്താണ് നിൽക്കുന്നത്? ഇപ്പൊ തന്നെ ക്യാൻസർ കുറിച്ച ഭാഷയില്ലേ? അതിന്റെ അർത്ഥം എല്ലാം ശരിപ്പെടുത്തി കഴിഞ്ഞു പറയണേ. കുട്ടമ്മ കുട്ടമ്മ എന്താണ് നമ്മളെ ജോലിക്കാരൻ? അതിനല്ലേ ഞാൻ പോണേ. അതല്ല പറഞ്ഞത്. പോയ വാരം ചെന്നൈ മെയിലില് അർജന്റായി കുറെ ലഗേജ് ബുക്ക് ചെയ്തിരുന്ന കാര്യം വന്നു പോയോ നീ? ഞാൻ ഇതിന് പറഞ്ഞില്ല. 50 രൂപയോ? പാസഞ്ചർ ബന്ധമാണ് 50 ഞാൻ മാറ്റിയിട്ടുള്ളൂ. ഇട്ടേ കടാൻ തുടങ്ങിയിട്ട് കിട്ടേ കിട്ടേ ആരെയും വലിയ വാങ്ങില്ലേ? അത് സാമ്യം പൈസ എടുത്തോളൂ. കുട്ടപ്പൻ ചേട്ടാ, ചേട്ടന് ഈ തപ്പി നടക്കാൻ സ്ഥലമില്ല. ബാക്കി എന്തുട്ടാ? ഞാനിന്ന് ഒന്നും കഴിച്ചില്ല. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. വിശന്ന് ഞാൻ ചാവും. നീ എന്താണ് സ്റ്റേഷൻ കട്ട് വരാതെ? ട്രെയിനിൽ ഒരു നിയമം കൊണ്ടുവന്നു. ലൈസൻസ് ഇല്ലാത്ത പ്ലാറ്റ്ഫോമിലോ ട്രെയിനിലോ പച്ചവെള്ളം വിൽക്കാൻ പാടില്ല.
ഞാനെന്നെ മുറുക്കാൻ തട്ടുമായിട്ട് ഈ സ്റ്റേഷനിൽ കാല് കുത്തിയ അപ്പൊ പിടിക്കും പോലീസ്. എന്നാ പിന്നെ നിനക്കൊരു ലൈസൻസ് ആയിട്ട് പ്രശ്നമാക്കി പെറ്റിട്ടപ്പോ നീ സ്റ്റേഷനിലാണ് ജീവിക്കുന്നത്. ഇത് നീ കർണാടകയുടെ കണ്ണാടി. ഞാൻ എവിടുന്ന് ലൈസൻസ് എടുക്കാനാ കുട്ടപ്പൻ ചേട്ടാ? അതിനൊക്കെ ഒത്തിരി കാശും പിടിപാടും വേണം. ഗോവ എക്സ്പ്രസ് നേരത്തെ എന്താ അത് ഇന്നലെ വണ്ടിയാണോ? നിനക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നൂടെ? ഏതെങ്കിലും പാർട്ടി ചേർന്നാ പിന്നെ നിന്നെ അവിടെ നോക്കൂ. ലൈസൻസ് ആ ഈ പാർട്ടി ചേരാത്തവനെ തല്ലിക്കൊണ്ടു കുഴിച്ചു മൂടിയാ പോലും ഒരാളും നോക്കില്ല. നേരെ വെച്ച് പാർട്ടി ചേർന്നാലോ കുഴി കിടക്കാൻ സമ്മതിക്കുന്നില്ല, മാറിക്കും. അതാണ് തരം. ആ നേരാണോ? എന്തുട്ടാ സംശയം? നീ എന്നെ നോക്ക്, ഞാൻ എനിക്ക് കൂടി പോട്ടത് പാർട്ടി ചേർന്നുകൊണ്ടാണെന്ന്. ആ പിന്നെ ചേരുന്നേ ഏതെങ്കിലും ആളോട്ട് പാർട്ടി ചേർന്നു കേട്ടോ. അതെന്താ? എന്നാലേ പെട്ടെന്ന് നിയന്ത്രണം പറ്റൂ. ആ കുട്ടപ്പൻ ചേട്ടാ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ചേരാൻ തീരുമാനിച്ചു. ചേട്ടൻ എന്നെ സഹായിക്കണം. എന്തുട്ടാ സംശയം? ഞാനെന്താ ചേട്ടാ ഒരു 50 രൂപ കാണണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ഓ ഞാനത് പറഞ്ഞു. സോഫ്റ്റ്വെയർ ആകെ എന്റെ ഉണ്ടായിരുന്നത് ഒരു 150 രൂപയാണ്. പണ്ടാരക്കാരൻ ആ തെരുവ് വാസി പാത്രം തട്ടിപ്പറിച്ചില്ലേ, അയാളെ താഴെ ഇടിവിട്ടേ മറക്കുന്നതാ. അതെ, ഒരല്പം മുമ്പ് ഒരു വെള്ളി ரொம்ப நாளாയി இந்த സ്റ്റേഷനിലെ ഇടവില്ല. ബിസിനസ് കൂടിയാച്ചാ ഒന്നും പറയണ്ട സാർ. പുതിയ നിയമം വന്നപ്പം കച്ചവടം കപ്പല് ഇപ്പൊ പട്ടിണിയാ. அப்படியா? இந்த பயம் என்ன பத்தி? ഓ അതൊന്നും പറയണ്ട സ്വാമി. ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലേ, ഒരു ഷോ. എനിക്കോ? അമിത വിഷയങ്ങൾ ഉണ്ടാകുന്നത് തകരാറാണ്. യു ഡു വൺ തിങ്, നീ ഒന്നും ചെയ്യ്, അരിയാഹാരം ഉപേക്ഷിക്കുക വേണം. അല്പ അരിയാണാൽ അകത്ത് ചെല്ലാത്തതിന്റെ തകരാറാ ഇപ്പൊ എനിക്ക്. ചെല്ലരുത്, ചെല്ലരുത്, തീരെ ചെല്ലരുത്. Look at me. എന്നെ നോക്കി നോക്ക്. അതിന് സ്വാമിക്ക് എന്താ കുഴപ്പം? At first sight, no മോശം. But our class examinations, you find so many troubles. You have many troubles. അതിൽ മുൻപതാണ് ഗ്യാസ് ട്രബിൾ. രണ്ടു നാല് പശുപാലും 5-6 ഏത്തപ്പഴവും നെയ്യും സപ്പാത്തിയും മാത്രമാണ് എന്റെ ആഹാരം. നീയും അത് നിന്ന് ഹെൽത്താൽ മതി. നെയ്യും ചപ്പാത്തി കയ്യിൽ 5 പൈസ ഇല്ല, അന്നേരം നെയ്യും ചപ്പാത്തി. സിനമയൻ ഇവിടെ വരൂ. ലിമിറ്റ് കളിക്കാം. Understand? എന്താണ് പോകുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ? ലിമിറ്റ് കളിക്കാൻ പാടുള്ളൂ. ൂക്കുപിടി വേണമോ? തിന്നാനും ൂക്കുപിടി കളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അരിയാഹാരം ഒഴിച്ചു വേണം. എന്താണ് നിൽക്കുന്നത്? ഒന്നും ഇല്ലേ?
പിന്നെന്നാ വാ വാ വാ. ஆமா புரியம்மா, உன்னோட வீட்டுல புதுசா ஒரு பெண்ணு வந்திருக்காளோ இல்லையோ? ஆமா. அவ எப்படி? பார்வைக்கு தங்க சிலேங்க, குணம் அத்தரமாட்டு தங்கங்க. இல்ல யார் நீ வந்த? அவளை நீ சொல்லி அனுப்பக்கூடாதோ? ஏய், எதுக்காக இருக்கணும்? அல்ல, அது உங்களுக்கு ஒரு ஹெல்ப் ஆயிருக்காதோ இல்லையோ? ஏதோ முடிஞ்சது வரைக்கும் உதவி செய்திருக்கேன். அதுதான் நான் சொன்னேன். குட்டப்பம் வந்து சொன்னாலோ இல்லையோ? குட்டப்பம் வந்து சொன்னேன், அதுதான் நான் வந்தேன். குட்டப்பம் வந்து சொன்னா அது நான் வந்தேன். என்னோட மூஞ்சி முகப்பட்டம். ஓ சார், ஓ மறுவார கிட்ட ஏதாவது பேசுறேன், நான் ஆளு கொல்லத்துவா. நான் கிளம்பிட்டேன். புரியம்மா, நான் ஒரு தமாஷே சொன்னேன். நீ கோபிச்சுட்டோ? ഇതെല്ലാം ഊട്ടിയാശേ വേറെ നോക്കി ഞാൻ വരല്ലേ ഓരോന്നുണ്ട് ശരിയോ உடம்பு அவாத ஷேப்பு, ஆனா நாக்கு அவாத ஷார்ப்பு. What can I do? ஐயா சார் உங்களோட வீட்டு கொண்டாடி இருக்கு இந்த நாக்குல போல வந்திருக்கு. அம்மா எப்போதும் சாம்பார் ரசம் சேர்த்து சாப்பிட்டா அடுக்காத வேண்டும். இடையில ஒரு சேஞ்சு, நல்ல எரிவுக்குள்ளி உள்ள வத்தக்காய் குழம்பு சேர்த்து சாப்பிட்டால் ருசியாயிருக்காளோ இல்லையோ? ഒരു മനുഷ്യൻ പേരുന്ന പേച്ചയ്യേങ്ക മറക്കണം. എന്താ സ്വാമി അവിടെ ഒരു പടക്കുതിരെ പോലെ പറയുന്നത്? പടക്കൂനെ പോലെ പറയണോ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ആ കുതിരയെ ഒന്ന് പിടിച്ചു കിട്ടാൻ സാധിക്കുന്നില്ലല്ലോ. അതാണ് എന്റെ സങ്കടം. അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? അവിടെ എന്റെ അടുത്ത് റൊമാൻസിൽ വേണ്ടു. ഞാൻ ആറ്റുപോൾ കാട്ടി കളഞ്ഞു. അതുകൊണ്ട് മിസ്റ്റർ അലക്സ്, അലക്സിന്റെ ഡ്യൂട്ടിയില്ലേ 12:50 ശബരിയിലല്ലേ കയറേണ്ടത്? ആയിരുന്നു. ഞാനതങ്ങ് മാറ്റി രാത്രി വണ്ടിയിലേക്കാണ്. എന്താണ് ഒരു സഡൻ ചേഞ്ച്? വല്ലതും തടഞ്ഞുവോ? പാഴ്സൽ ഓഫീസിൽ നിന്ന് കടത്തുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. സ്വാമി വിക്കാരനൊട്ടും മോശക്കാരല്ല. ഗുഡ്സ് വാങ്ങുന്ന കടത്തമെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാം. സർക്കാർ കുടത്തില് കൈയിട്ടാൽ നക്കിനോ കാശുണ്ടോ? റെയിൽവേ ആരും ആരുടെ പിന്നിലല്ല ഇക്കാര്യത്തിൽ. അത് എന്താണ് മോള് കാര്യമായിട്ടെന്തെങ്കിലും ഒന്ന് വേഗം പറഞ്ഞ് തുലക്കൂ അലക്സ്. எப்படி கிடைச்சாச்சு? ട്രിവാൻഡ്രം ചെന്നൈ എക്സ്പ്രസിലോട്ട് ഇറങ്ങിയത്. അമ്മയുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി. കോളേജിൽ മൊബൈൽ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാണ് കാരണം. நீங்க பாத்தியா எப்படி இருக்கு? ഭയങ്കര പറഞ്ഞു. വയസ്സ് 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 16. അറിവ് നല്ല സ്വാമി. 16. எப்படி പൊക്കം? പൊക്കം ഒരു 5.5. പൊക്കമല്ല ഞാൻ ചോദിച്ചത്. എങ്കിലും പൊക്കും. ഇതൊക്കെ നമ്മുടെ RPF SI ഗുണശേഖർ നേരിട്ടുണ്ട്. പിന്നെ എവിടെ എങ്ങനെ ആരൊക്കെ ഇതിനെപ്പറ്റി ആലോചിക്കാനാ ഞാനിപ്പോഴുള്ളൂ. അയ്യോ രാമാ, എന്ത് ആലോചിക്കാതിരിക്കുന്നു? അപ്പൊ എസ് ഐ കൂപ്പിട്ട് കുട്ടിയെങ്കിൽ കൊണ്ടുവച്ചല്ലേ ഇങ്ങോട്ടോ? സ്വാമി, ആരെങ്കിലും അധികാരികൾ പെട്ടെന്ന് കയറി വന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നോ നോ നോ, ഈ കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ കൈപ്പിടിയിലാണ്. ഞാൻ അറിയാതെ ഒരാളും ഇങ്ങോട്ട് വരാൻ പോണില്ല. എന്നാലും അലക്സ്, എന്താണ് പതിവില്ലാതൊരു ആശങ്ക? ഡോണ്ട് വറി, പതിവാട്ടിക്ക് ഓരോന്നിനും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. നമുക്ക് അനുഭവിക്കാൻ. ഇത് പ്രായപൂർത്തിയാവാത്തവളാണ്. എന്തെങ്കിലും കൈപ്പഴ സംഭവിച്ചാലും കേസ് ബോക്സായി. ബോക്സോ? എന്ത് ബോക്സോ? അതൊക്കെ ഞാൻ കൈകാര്യത്തോളാം. എസ് ഐ കൂപ്പിട്ട് കുട്ടി അല്ല അലക്സ് നമ്മുടെ അലക്സ് പറഞ്ഞല്ലോ. അതാണ് എനിക്ക് പേടി. ആ പഴയ കേസുകളെ കുറിച്ച് ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഒരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.
മിസ്റ്റർ അലക്സ്, ഞാൻ അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി കളഞ്ഞു. നിങ്ങൾ അറിഞ്ഞത് നേരാണ്. പഴയ ട്രെയിൻ ആക്സിഡന്റ് ആണ് പ്രധാന അന്വേഷണ വിഷയം. ഒരു ജുഡീഷ്യൽ എൻക്വയറി നിന്നാണ് റിപ്പോർട്ട്. ഈ വരാൻ പോണ അതിന്റെ പേരെന്തെന്ന് അറിയാമോ? വരദരാജൻ അല്ലേ? പേര് കേട്ടാൽ എന്തോ വാങ്ങിയിരിക്കും. പണ്ട് വാലുള്ള ആളാണ്. കട്ടരാജ അയ്യർ. ഇവിടുത്തെ പരിഷ്കാരമല്ലേ? വാലിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നോട്ട് വരദരാജ അയ്യർ, ഓൺലി വരദരാജൻ നമ്മുടെ സ്വന്തമാണ്. എന്റെ കസിൻ രാസാമാവിന്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ മൂന്ന സഹോദരിയുടെ മുതലുടെ ചിത്രത്തിന്റെ മകളുടെ ഭർത്താവിന്റെ അനിയനാണ്. അതുകൊണ്ട് അടുപ്പമാണ് ഞങ്ങൾ മാത്രമോ ഞങ്ങൾ തമ്മിൽ ഒരു അനന്തര കണക്ഷൻ വേറെയും ഉണ്ട്. അതെങ്ങനെ? എന്റെ ഭാര്യ അലവലൂരെ കണ്ടിട്ടില്ലേ അലക്സ്? അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആപ്പിളിനെ കണ്ടിട്ടില്ലേ? ആപ്പിൾ കണ്ടിട്ടുമുണ്ട്, തിന്നിട്ടുമുണ്ട്. നിങ്ങൾ എന്റെ ഭാര്യയെ കണ്ടിട്ടുമുണ്ട്, തിന്നിട്ടുമുണ്ട്. ആപ്പിളിന്റെ സെയിം ക്വാളിറ്റിയാണ് എന്റെ ഭാര്യ അലവലു. അവളുടെ സെയിം ടൈപ്പാണ് അഭിരാമ സുന്ദരി, അവളുടെ സിസ്റ്റർ. അവളുടെ കസിൻ സിസ്റ്റർ കനകാപുരം. കനകാപുരത്തിന്റെ മകളാണ് കനകവല്ലി. ഈ കനകവല്ലിയാണ് വരാൻ പോണ ഓഫീസറുടെ മകൻ കനകരാജൻ IAS മാനേജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭഗവാൻ പുണ്യത്തിലെ ഈ റെയിൽവേ ഡിവിഷൻ തന്നെ ഇപ്പോൾ നമ്മുടെ കൈപിടിയിലാണ്. സന്ദേഹമേ കിടയാണ്. ഗുണശേഖർ സാറല്ലോ എവിടെ എവിടെ ഉരുപ്പോയി? എന്റെ റൂമിലുണ്ട്. സാറിന്റെ ഫോൺ വരാറുണ്ട്. എവിടെയാണ് എത്തിക്കുന്നത്? അതിനെ പറ്റിയാണ് ഞാനും ആലോചിക്കുന്നത്. നമ്മുടെ ഹോട്ടലിലേക്ക് എന്നെ കൊണ്ടുപോയത് അതായിരിക്കും നല്ലത്. ഇവിടെ എന്താ കുഴപ്പം? കുഴപ്പം ഉണ്ടായിട്ടില്ല സ്വാമി. എന്നാലും എന്തെന്നാലും സീക്രട്ട് കനപ്പിട് സ്വാമി സൂക്ഷിക്കണം. 8 വർഷം മുമ്പ് നടന്ന റെയിൽ അപകടവും ട്രെയിനിന്റെ മുമ്പിൽ ചാടിയുള്ള പെൺകുട്ടികളുടെ ആത്മഹത്യകളും പാഴ്സൽ ഓഫീസിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോകുന്നതുമെല്ലാം ഈ ജുഡീഷ്യൽ എൻക്വയറിയിൽ ഉൾപ്പെടുമെന്നാണ് കേട്ടത്. സ്വാമി, സർവീസിൽ വിരിയാൻ ഇനി 2 വർഷം കൂടി ബാക്കി. എന്തെങ്കിലും ഗുരുവായൂർ അധീര സുബ്രഹ്മണ്യ യാദവ് തെരയാണോ ഉണക്ക്? റെയിൽവേ ഡിവിഷനെ ഭരിക്കുന്നത് നീ ഏൻ ഗവനം പറഞ്ഞേ? ഇത് സദേൺ റെയിൽവേ ഡിവിഷനിൽ എന്നെ നടക്കണമെന്ന് ഞാൻ താടാ തീരുമാനിക്കുന്നത്. യാതൊരു മുന്തിയ ഓഫീസർ വന്നാലും റിപ്പോർട്ട് എപ്പടി എഴുതണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പടിതാൻ പഴയതുപോലെയല്ല. കേന്ദ്രത്തിൽ നിന്നും പല ഏജൻസികളും വരുന്നുണ്ടെന്നാണ്. ഇവിടെ നടക്കുന്ന കടത്തലുകളും തിരിമറികളും ഒക്കെ അന്വേഷിക്കാൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമോ എന്നുള്ളതാണ് എന്റെ സംശയം. പഴയ പാർട്ടികളിലേക്ക് ഒന്ന് വിളിക്കണ്ടേ? വേണ്ട സ്വാമി, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപോലെയല്ല, താങ്ങൂല്ല. നമുക്ക് നമ്മുടെ SP മാത്രം വിളിക്കാം. അതാ ഇന്നാളത്തെ പോലെ എന്തെങ്കിലും കൈപ്പിഴ സംഭവിച്ചാൽ ഒരാളുണ്ടാവും. അയ്യോ പിന്നെ അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഒരേ ഒരു ഫോൺ കോൾ പോകും. അയാൾ പറഞ്ഞു എന്റെ ഭാഗത്ത് അയാളും കുട്ടിക്കടികൾ ഏതാവത് വേണ്ടേ? ഒരു എനർജി വേണ്ടാമാ? അതെല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ശരി ശരി, ഞാൻ പോയി തുണികളൊക്കെ ഒന്ന് മാറി സെഞ്ചിക്കില്ല പൂശി ഒന്ന് ഉഷാറാവാം. കൊണ്ട് താനേ. ഹലോ, ഹോട്ടൽ പാരഡൈസ്. മോളോ ഹാൻസി. മോളെ സാറേ എന്നുള്ള വിളി കേൾക്കാൻ എന്തൊരു സുഖമാണ്. പിന്നെ സോനുമില്ല അവിടെ? കുഴപ്പമില്ല. നമുക്ക് ഒരു പാഴ്സൽ വേണം അത്യാവശ്യമായിട്ട്. ചിക്കൻ 65, ചപ്പാത്തി, പിന്നെ അതിന്റെ അക്സസറീസുകൾ, ഒരു സോഡ. ഇത് നമ്മുടെ സ്പെഷ്യൽ ബ്രാൻഡ് ഉണ്ടല്ലോ, ആ കറുത്ത ലേബിൾ മണലിട്ട് ഒരു പാക്കറ്റ് മിക്സ് വേഗം വേണേ. ഗസ്റ്റ് ഹൗസിലേക്ക്
ഓക്കെ. സാറേ, കുട്ടി ആകെ ഭയന്നിരിക്കും. അമ്മയോട് പിണങ്ങി അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലേക്ക് പോയതാണ്. സ്റ്റേഷൻ എത്തി ഇവിടെയാണ്. പിന്നെ അതിന് പണവും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടതാണ്. എന്താ കുട്ടിയുടെ പേര്? രജനി. കൊള്ളാം. അമ്മയുമായി വഴക്കിട്ടു അല്ലേ? അച്ഛൻ വീട്ടിലാർക്കും കുട്ടിയെ ഇഷ്ടമല്ലെന്ന്. ഇനി വീട്ടിലേക്ക് ഇല്ലെന്ന്. ആഹാ. നമ്മൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അവിടെ എത്തിയാൽ മതി. ടിക്കറ്റോ? ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അല്ലേ സാറേ സേഫായി അവിടെ എത്തുകയല്ലേ. സ്വാമി, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, സ്റ്റേഷൻ മാസ്റ്റർ സ്വാമി. ഈ കോട്ട സിദ്ധാർത്ഥിൻ്റെതാണ്. കുട്ടിക്ക് ധൈര്യമായി എത്ര ദിവസം വേണമെങ്കിലും പിടിക്കാം. ഇല്ലേ സ്വാമി? സ്വാമി என்னம்மா இந்த வயதிலே வீடை விட்டு இறங்கிருக்க? உனக்கு என்ன விஷயம்? சொல்லுங்க. அப்பா பாருங்க. என்ன அப்பா பாருங்க, உனக்கு என்ன உதவி வேணும்? சொல்லு. உங்க வீட்டுல அனுப்பணுமா? ஐயோ சாமி, அந்த வீட்டுக்கு போகணும். அப்படியா? இந்த சின்ன பெண்ணை காப்பாற்றுவதற்காக நமக்கு என்ன செய்ய முடியும்? സ്വാമി, ഈ കുട്ടിക്ക് ചാലക്കുടിയിലേക്കാണ് പോകേണ്ടത്. വണ്ടി ആണെങ്കിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം 3:45 അതും ലേറ്റ് ആയിരിക്കും. അയ്യോ, ഇനിയും 3 മണിക്കൂർ സമയം ഇருக்கு. കുലശേഖരൻ, പാപ്പാവിന്റെ ജ്യൂസ് ഗീസ് ഏതാവത് വാങ്ങി കൊടുത്താ? ഇല്ല, കൊടുക്കാം. എങ്കിൽ ശീഘ്രം വാങ്ങി കൊടുക്കലാകല്ലേ? ശരി. കുട്ടി ரொம்ப ടയർഡായിട്ട് ഈ ട്രെയിൻ സമയം വരേക്കും കുട്ടിയെ സ്റ്റേഷനിൽ ഇടുന്നത് ரொம்ப കഷ്ടം. വേറെ ഏതാവത് ഇടത്തിലെ അല്ല, സ്വാമിക്ക് വിരോധമില്ലെങ്കിൽ കുട്ടി ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ പോയാലും പുറത്ത് വാച്ച്മാൻ ഉണ്ടല്ലോ. ഇതൊക്കെ എന്നതാ വിരോധം? സന്തോഷം താനേ. ഞാൻ സ്റ്റേഷനിൽ ടിക്കറ്റ് മാത്രം മതി. ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി സ്റ്റേഷനിൽ തനിച്ചിരിക്കുന്ന അപകടമാണ്. ഒട്ടും സേഫ് അല്ല. ആഭാസന്മാരുടെ കേന്ദ്രമാണിത്. എനിക്കത് ഓർത്തിട്ട് കുട്ടി ഒട്ടും ഭയപ്പെട വേണ്ട. ഒട്ടും ഭയപ്പെട വേണ്ട. ഞാൻ ഉണ്ടാവും. அப்பா தானே. புரியுது போய் வெயிட் பண்ணலாம். புரியுது போய் வெயிட் பண்ணலாம். வாட்ஸ்அப் ஃபர்ஸ்ட் எல்லாம் முடிஞ்சிடும். ഞങ്ങൾ ആ ഡ്യൂട്ടിയിലാണ്. கொஞ்ச നേരത്തിലേ പറ്റും. ഇവിടെ വേണ്ട സർ, വേണ്ട. വേണ്ട സർ. കുടിച്ചോ മോളെ? രാവിലെ പോയി ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ? എന്തിനാ ഭയപ്പെടുന്നത്? ஏன் சங்கம் பண்றேன்? பிச்சோடு அது கழிச்சிட்டு அந்த முறையிலே போய் வெயிட் பண்ணுங்க. எல்லாம் சரியாயிடும் கண்ட, எல்லாம் சரியாயிடும். தைரியமாய் பிடிச்சோடு. நான் இருக்கு உனக்கு. பிடிச்சோடு. அப்படிதான். வாங்க வாங்க, அந்த முறையில போய் வெயிட் பண்ணலாம். இது உங்களுடைய சொந்த வீடு போல ஹெல்தியானது. நான் இருக்கேன் உனக்கு. സ്വാമി, ഒരു നയത്തിലൊക്കെ വേണം അറിവറി പിടിക്കുന്നത്. இந்த விஷயத்திலே டாக்டர் இருந்தவர்தானா நான்? எனக்கு அவருடைய டியூஷன் வேணா பயலே. அந்த எஸ்பி வந்தார், நான் உள்ள இருக்கிறது சொல்லிடு. வெயிட் பண்ணட்டும். குலசேகரன், இந்த ஜூஸ் எப்படி இருக்கு? வீரியமுள்ளது தானே? ബലാത്കാരം എനിക്ക് പറ്റാതെ ഞാൻ പഞ്ചായിക്കണം. വരണ്ടവാ.
എന്താ ഞാൻ പോവാ. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. வரட்டும் வேண்டும். எங்க கிளம்பு? எங்க அந்த சின்ன பெண்ணா? சின்ன பணம் ஏழு சின்ன பெண்ணு. உங்களுக்கு தெரியாது? என் கண்ணால பார்த்து நீங்க அந்த பொண்ணை இந்த இடத்தில் ஏற்படுறது. ഇങ്ങേ വാ. ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആര്? ഇവിടുത്തെ സ്റ്റേഷൻ മാനേജറോ അതോ സീഡിയോ? നിന്റെ അങ്ങ് കുംഭകോണത്തോണ്ട് വെച്ചാൽ മതി. മനസ്സിലായി? ഇനി എങ്ങാനും കളി കളിച്ചാൽ നിന്റെ പല്ലാൻ പിടിക്കും. മനസ്സിലായി? நீ போகுங்க. இந்த முனியம்மாவை மாட்டதுக்கு நீங்க போறாரு சார். அந்த பொண்ணு மேல ஏதாவது தப்பு நடந்துட்டா இந்த முனியம்மையா இருந்து காட்டுறே. கண்ணே, சின்ன பெண்ணே, എങ്കിടി നീ? മുനിയമ്മ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു പെണ്ണിന് ഞങ്ങളാരും കാണിച്ചില്ലെന്ന്. വെടിയകത്ത് സ്വാമി കുരുമാറോ കാണുന്നുണ്ട്. ஆயே, நீங்க டவுலர்ஸ். நான் போறேன். ஆனா திரும்பி வந்துடுவா. காப்பாத்துக்காக. சின்ன பசங்களை உங்க கையால இருந்து காப்பாத்துக்காக. வரட்டுமா? ഇവൾ നമുക്കൊരു ഭീഷണിയാണോ സാറേ? തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചതഞ്ഞൊരു അജ്ഞാത ശവശരീരം കൂടി റെയിൽവേ ട്രാക്കിൽ. കഷ്ടം. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. വേണ്ട വേണ്ട സാർ. സാരമില്ല, വാങ്ങിക്കോളൂ. സാറിനോട് നോ പ്രോബ്ലം. ജോലി ചെയ്താൽ അർഹമായ കൂലി വാങ്ങാം. അതാരോടായാലും ചെയ്യുന്ന ജോലിക്ക് അർഹമായത് മാത്രം. ഒരിക്കലും അതൊരു പിടിച്ചുപറിയോ തോപ്പുകൂലി ആവരുത്. ഞാൻ അങ്ങനെ ഒരാളല്ല. എന്താ പേര്? മറീസ്. പോയിക്കോളൂ, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ സാർ.
8 വർഷം മുമ്പ് ഈ സ്റ്റേഷൻ ജോലി ചെയ്തിരുന്നു അല്ലേ? എന്റെ റബ്ബേ, സാർ ഇതൊക്കെ ആ, അന്വേഷണ കമ്മീഷൻ ആവുമ്പോ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ പാപ്പുട്ടി. അന്നത്തെ ആക്സിഡന്റില് നിങ്ങളാണെന്ന് കുറ്റക്കാരനെന്ന് വരുത്തി തീർത്ത് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും ജയിലിൽ അടച്ചതും ഒക്കെ എന്റെ അന്വേഷണ പരിധിയിലാണ്. ഇവിടെ കാര്യങ്ങൾ പറയാം. ഇനി നമ്മൾ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ആ, നമുക്ക് വിശദമായി സംസാരിക്കണം. ഞാൻ വിളിപ്പിക്കാം. ഞാനിങ്ങ എത്തിയതേ ഉള്ളൂ. വമ്പൻ സ്രാവുകളെയൊക്കെ കാണാനുണ്ട്. അന്നത്തെ ആക്സിഡന്റിന്റെ ദൃക്സാക്ഷിയാണ് നിങ്ങൾ, രക്തസാക്ഷി. എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. സാർ എപ്പോ വിളിച്ചാലും നമ്മൾ ഓടിയെത്താം. കുറെ സത്യങ്ങൾ ബോധിപ്പിക്കാറുണ്ട് സാർ. നമ്മൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടോ? ശരി, പാപ്പുട്ടി പൊയ്ക്കോളൂ. ആ പാപ്പുട്ടി, ആ കാര്യം അല്പം ചൂടുവെള്ളം തരാൻ പറയാമോ? പോവാ. ഞാനൊരു യാത്രക്കാരനാ. ഇതിപ്പോ പാവൊക്കെ കണ്ടിട്ട് വലിയ ആഫീസറാണ് വിചാരം. ഇത് റെയിൽവേ ഓഫീസർമാർക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസാ. റെയിൽവേ ഗസ്റ്റ് ഹൗസ്. ഓ, അപ്പോ ഇതൊക്കെ വലിയ ഓഫീസർമാരാവും. അതെ, ഞാൻ വലിയൊരു ഓഫീസറാണ്. ഇവൻ എന്റെ അസിസ്റ്റന്റ്, കൊച്ചു ഓഫീസർ. എനിക്ക് വടക്കോട്ടുള്ള ഏതൊരു പേടിക്കാം. ഇനി 3:40 വടക്കോട്ട് വണ്ടി ഉണ്ട്. മംഗലാപുരം. അതെ, പഞ്ചിലാപുരം. ഇതൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്താ? കോട്ടത്തിൽ അയ്യോ, അപ്പൊ എങ്ങനെയാ? എനിക്ക് പോകാൻ വേണമല്ലോ. വലിയ വഴിയുണ്ട്. ഈ കുട്ടപ്പ ചേട്ടൻ വിചാരിച്ച എത്ര സീറ്റ് വേണമെങ്കിലും ഉണ്ടാകും. അതെങ്ങനെ? അതൊന്നും സാർ അറിയണ്ട. ഒരു 500 രൂപ നൈസായിട്ട് കരുതൽ വെക്കാൻ പറ്റുമോ? 500 രൂപയോ? അതല്പം കൂടുതലല്ലേ? കൂടുതല് ഓശത്തൊന്നുമില്ല. ടിക്കറ്റ് തന്നാ മതി. പിന്നെ ടിക്കറ്റ് കാശ് വേറെ കേട്ടോ. 500 നീ പിടിക്കുക. അത് വേറെ ഇത് വേറെ. അതെ, പക്ഷെ ഇവിടെ ഇരുന്നാ പറ്റത്തില്ല. ഹോട്ടലിലേക്ക് അകയ്ക്കോളും. അതെ, ഹോട്ടലില് ഇവിടെ ആയാലും ഇത് റെയിൽവേ കോട്ടേജല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരാരെങ്കിലും വന്നാൽ കുഴപ്പമാകും. ഓ, ആരാ ഈ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ? ഈ സ്റ്റേഷൻ മാസ്റ്റർ ഹരിഹര സുബ്രഹ്മണ്യ സാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അലക്സാണ്ടർ സാർ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഈ സാറ് മുഴുവനില്ല. സാറേ, ഇവരിവിടുത്തെ രാജാവ് മന്ത്രിയാണ്. അതെ.
അല്ലേ തലവൻ എന്തോ നിങ്ങൾ ആങ്ങളെ കൊന്നത് ഇവറ്റായിലേക്ക് തള്ളിയിരിക്കുന്നത്. ഇവിടെ ഒരു കന്നാലി ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അതാണ് കുട്ടപ്പഞ്ചേട്ടൻ, ആ. ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറയാണ്ട് സാറിന്റെ കാര്യം പറയുന്നത്. ശരിയാണ്. സാറിന്റെ ഹോട്ടൽ പാർട്ടീസിലേക്ക് പോകുള്ളൂ. ടിക്കറ്റ് ഞാൻ ശരിയാക്കി തരാം. പോന്നോളൂന്നേ കാണാം. എന്തിനാണ് അപ്പോൾ ഒറ്റ വിളിക്കണേ? ആഹാ പൊന്നില്ലേ സാറ് ധൈര്യക്കുറവുണ്ടെങ്കിൽ കുട്ടപ്പഞ്ചേട്ടന്റെ ചാരായം സ്വല്പം പിടിപ്പിച്ചാൽ മതി. That is correct punch. Well done, my boy. സാറേ, പൂശം ഭൂഷണോന്ന് നല്ല മന പോലത്തെ ലഗ്നങ്ങള് എന്റെ കയ്യിലുണ്ട്. സാറിന്റെ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചരക്ക് അവിടെ എത്തിയിരിക്കും. വിളിക്കട്ടോ? കുട്ടപ്പഞ്ചേട്ടൻ, ആ മുനിയമ്മയുടെ വീട്ടിലെ പെണ്ണ് എന്നത് ആരെ കുനിയമ്മ? സാറേ, ഈ മുനിയമ്മ എന്ന് പറയുന്നത് ഒരു പെണ്ണല്ല, അതൊരു ഉരുക്ക് കോട്ടയാണ്. അല്ല ആ കോട്ട തകർക്കാൻ അലക്സാണ്ടർ സാറ് അമേരിക്കൻ പിക്കാസ് പഠിക്കുന്ന കട തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ആ കോട്ട പൊളിക്കുകയും ചെയ്യും, കയറുകയും ചെയ്യും, സാധനം പോവുകയും ചെയ്യും. എന്ത് സാധനം? സാറേ, നീ പറഞ്ഞു കുട്ടപ്പഞ്ചേട്ടൻ സാറേ, ഈ മുനിയമ്മ എന്ന് പറഞ്ഞു വിട്ട ശിപ്രം അവരെ വീട്ടിലൊരു പുതിയ പറയാ എന്നിട്ടാ സാധനം കാണട്ടോ. എവിടെയാ അവരുടെ വീട്? ആറ്റത്തിലേക്ക് സാറ് പഠിക്കണം. ആ കട്ടിലൊന്ന് കണ്ണിനെ കാണാൻ പോലും തരാനില്ല. എന്നിട്ടാ ഇപ്പൊ നിങ്ങൾ ഇവിടെ സേർ അത് മനസ്സിലായി. വന്നതിനാണോ? സാറ് വന്നു. ഞാൻ വിളിക്കും, അപ്പോൾ വരണം. ഇപ്പോൾ പോകാം. ആരാ പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി? അത് അമ്മയാണ് ഏ? സോറി, ഭാര്യയാണ് സാർ. ഇത്രയും കൊച്ചു പെൺകുട്ടി? ഒരു മകളാണ് സാർ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സിസ്റ്ററാണ്. മിസ്റ്റർ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സത്യം പറയണം. സോറി സാർ, ഒരു പാസഞ്ചർ ഒരു ഹെൽപ്പിന്. ഹെൽപ്പ്? നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് എത്ര സാധു പെൺകുട്ടികളാണ് പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സാർ ഞാൻ ഇറങ്ങി പോണം മിസ്റ്റർ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. സാറാണ് സാധിക്കുക. അറിഞ്ഞില്ലെങ്കിൽ ഇതൊന്നും പറയില്ലായിരുന്നല്ലേ? കുട്ടപ്പനെ എഴുതേക്കണം. രക്ഷിക്കാന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ എഴുതിയത്. ഇതൊക്കെ കണ്ടിട്ട് ചാവും. ആ, രക്ഷിക്കാം. കുട്ടപ്പൻ എഴുതേക്കൂ. രക്ഷിക്കാന്ന് പറഞ്ഞില്ലേ സമാധാനം. ഇപ്പോ നിങ്ങൾക്ക് പോകാം. ഞാൻ വിളിപ്പിക്കുമ്പോ വരണം. മനസ്സിലായോ? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ അലക്സ്. ഓ, മിസ്റ്റർ അലക്സാണ്ടർ ജയിക്കോ? TTR. സാർ വരുന്ന വിവരത്തിന് ഒരു ഇൻഫർമേഷൻ തന്നില്ല. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് അറിയാമോ? എന്റെ ജോലി ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയും. ഞാൻ ഹോട്ടലിൽ ഹെവൻ സ്റ്റാറിൽ സാറിന് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ആർക്ക്? എനിക്കോ? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ മിസ്റ്റർ അലക്സ്. ഇവിടെ എൻക്വയറിക്ക് വരുന്നവരെല്ലാം തങ്ങുന്നത് അവിടെയാണ്. സ്റ്റാർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഓഹോ, മിസ്റ്റർ അലക്സിന് ഇത് ഡ്യൂട്ടിയില്ലേ? ഇല്ല, സാറ് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞത്
എന്റെ വരവിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലെന്നല്ലേ? അലക്സിന് നല്ല രാഷ്ട്രീയ ബന്ധമാണ് അല്ലേ? കേരള ഘടകം സെക്രട്ടറിയാണ്. ഓ, യൂണിയൻ നേതാവ്. എപ്പോൾ ജോലിക്ക് കയറണം കയറാതിരിക്കണം എന്നൊക്കെ സ്വയം തീരുമാനിക്കാൻ അധികാരമുള്ള രാഷ്ട്രീയ നേതാവ്. ഞങ്ങൾ യൂണിയൻ പ്രവർത്തകർക്ക് അങ്ങനെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. 2016 സെപ്റ്റംബർ 10 ആ ട്രെയിൻ ആക്സിഡന്റ് നടക്കുമ്പോൾ അലക്ഷൻ ഡ്യൂട്ടിയിലായിരുന്നു. ആയിരുന്നു. അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കാര്യം ഇടപെടാനും സാധിച്ചത്. എന്നിട്ടും 16 നിരപരാധികളുടെ ജീവൻ നഷ്ടമായി. അതിന് കാരണക്കാരനായവരെന്ന് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ബാപ്പുട്ടി എന്ന പോലീസുമാന്റെ നേരിയ ഒരു അശ്രദ്ധ ഗുഡ്സ് വണ്ടി ട്രാക്ക് മാറി പാസഞ്ചർ ലഭിച്ചു. ആ വിധിക്കെതിരെ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാൻ കാരണം. സത്യസന്ധമായിട്ട് ഒരു പുനരന്വേഷണം നടന്നാൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ട്രൈബ്യൂണലിന്റെ വിധി സത്യസന്ധമല്ലായിരുന്നു എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? അതിന് കാരണക്കാരെന്ന് അന്നത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയ ബാപ്പുട്ടി എന്ന പോലീസുമാനെതിരെ വ്യക്തമായ തെളിവുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചത്. എന്തായാലും ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ കോടതിക്ക് തോന്നിയിരിക്കണം. കാലം തെളിയിക്കട്ടെ. അലക്സിന് ഇപ്പോൾ പോകാം. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. സാറേ, ഈ സ്റ്റേഷനിലെ പെരുത്ത കള്ളന ആ പോയ ഹിമാലയ പാർസൽ ഓഫീസിന്റെ സാധനങ്ങൾ കടത്തുന്ന കാഫ് ആ സ്റ്റേഷൻ മാസ്റ്റർ സ്വാമിയുടെ വലം കയ്യ ഇയാളാ നമ്മളെ കേസിൽ പിടിക്കുക. ബാപ്പുട്ടിയോട് ഇയാൾക്ക് ശത്രു തോന്നാൻ കാരണം പാർസൽ ഓഫീസ് വഴി കള്ളക്കടത്ത് സാധനങ്ങളും ലഹരി വസ്തുക്കളും കടത്തുന്ന വിവരം നമ്മള് പോലീസിൽ അറിയിച്ചു. യൂണിയന്റെ വലിയ നേതാവാണ്. കേന്ദ്രത്തിൽ വരെ കൂടിയുള്ളതിനാൽ പോലീസ് ഇയാളെ തൊടൂല. അല്ലേലും ഇവിടെ കള്ളനും പോലീസും ഒരു വഞ്ചിയിലാണ്. ഒടുവിൽ കേസ് കൊടുത്ത നമ്മൾ പ്രതിയായി. കുറെ പീഡിപ്പിച്ചു സാറേ പോലീസ്. അന്ന് തുടങ്ങിയതാ ഇപ്പോഴും. അന്ന് തുടങ്ങി ഇവർക്ക് നമ്മളോടുള്ള പകയും. ആട്ടെ, ആ ഡീറേജിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? മറക്കാൻ കഴിയൂല സാർ. നമുക്ക് നഷ്ടമായത് നമ്മുടെ ജീവിതം തന്നെയാണ്. നബീസു 17 വയസ്സായിരുന്നു സാറേ എന്റെ മോക്ക്. അവനെങ്ങനെ അതിൽപ്പെട്ടു? എന്റെ ബീവാത്തുവിന്റെ ഉമ്മ സുഖയില്ലാണ്ടിരിക്കണത് കാണാൻ പോയതാ കരുനാഗപ്പള്ളിയിലെ സർക്കാർ ആശുപത്രി. രാവിലെ 5:30ക്കുള്ള ട്രെയിന് എന്റെ പുന്നാരമോൾ നബീസുവിനെ കൂട്ടി. ട്രെയിൻ അവർക്ക് സ്വന്തം വീട് പോലെ തന്നെ കൽവിനുണ്ട്. നമ്മള് റെയിൽവേ ജീവനക്കാരനാണല്ലോ. അവരുണ്ടത് റെയിൽവേയുടെ ചോറാണ്. ആ ഒരു കൂറ് രണ്ടാൾക്കും എപ്പോഴും ഉണ്ട്. ഉമ്മാനെ കണ്ട് വൈകുന്നേരം 5:30ക്കുള്ള കൊല്ലം കോട്ടയം പാസഞ്ചറിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് കയറിയത. വണ്ടി സ്റ്റേഷന്റെ സിഗ്നൽ പോയിന്റ് കടന്ന് 4ാമത്തെ ട്രാക്കിലേക്ക് കടന്നപ്പോ എറണാകുളത്തു നിന്ന് വന്ന ഗുഡ്സ് ട്രെയിൻ അതിൽ ഇടിച്ചു കയറി. 2 വണ്ടിയും പാടം തെറ്റി മറിഞ്ഞു. പാസഞ്ചറിന്റെ 4 ബോഗികൾ വേർപെട്ടു മറിഞ്ഞു. എഞ്ചിനോട് ചേർന്നുള്ള ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു ബീവാത്തും നബീസും. തീർന്നു. അതിലുണ്ടായിരുന്ന 10 യാത്രക്കാരും മയ്യത്തായി. മറ്റു ബോഗികളിൽ നിന്ന് 6 പേര്
ഉമ്മാനെ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിന്ന നമ്മുടെ കയ്യിൽ കിട്ടിയത് നമ്മുടെ പുന്നാനുള്ള മയ്യത്താണ്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു തരാനാവില്ല. പക്ഷേ നിരപരാധികളായ 16 മനുഷ്യർക്ക് മോഷണം ലഭിക്കണമെങ്കിൽ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു ആക്സിഡന്റ് ആയിരുന്നു. 5.5 കോടി രൂപ ഹവാല പണം ഗുഡ്സ് ട്രെയിനിൽ വരുന്നുണ്ടെന്ന് വിവരം കിട്ടിയ സ്വാമി മനഃപൂർവ്വം സിഗ്നൽ തെറ്റിച്ച് പാസഞ്ചറിന്റെ ട്രാക്കിലേക്ക് ഗുഡ്സ് വണ്ടി കയറ്റി വിട്ടത്. രക്ഷാപ്രവർത്തകൻ എന്ന പേരിൽ വന്നവര് ആദ്യം തന്നെ പണമടങ്ങിയ കെട്ടുകൾ മാറ്റി. പിന്നീടാണ് പാവപ്പെട്ട പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തിയത്. മനുഷ്യന്റെ ചോര കുടിക്കുന്ന സെയ്ത്തമാരാ സാറേ. ബാപ്പുട്ടി അന്ന് ഡ്യൂട്ടിയായി. 8 മണിക്ക് നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കും. 8:30 ഷട്ടിലെത്തുമ്പോ ലീഡറുമായി വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുമ്പോഴാ ഈ അപകടം. ഉടുപ്പ് മാറാൻ ഡ്യൂട്ടി റൂമിൽ എത്തിയതാ. അപ്പോഴാ ഈ ഇടിയുടെ ശബ്ദം കേൾക്കും. ഔട്ടർ സിറ്റിലേക്ക് ഞാൻ ഓടിയെത്തുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററും പോലീസ്മാൻ ബാപ്പുട്ടിയും പ്രതികളായി. അതാ സാറേ ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം. സ്റ്റേഷൻ മാസ്റ്ററുടെ എതിർപക്ഷത്തായിരുന്നു അസിസ്റ്റന്റ്. ഒരു പാവം സത്യസന്ധനായ മനുഷ്യൻ. ഇവരുടെ കള്ളക്കളികൾക്കൊന്നും കൂട്ടു നിൽക്കാത്ത ശുദ്ധനായ ഒരു മനുഷ്യൻ. അങ്ങേരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് വരുത്തി തീർത്തു ഈ അയ്യര് സ്വാമിയും അലക്സും ചേർന്നു. ഒടുവിൽ 16 ദിവസത്തെ ജയിൽവാസവും 90 ദിവസത്തെ വിചാരണ തടവും കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തി അന്ന് രാത്രി തന്നെ ജീവിതം അവസാനിപ്പിച്ചു. അതിനെ കുറിച്ച് പിന്നീട് അന്വേഷണം നടന്നില്ലേ? എന്ത് അന്വേഷണ സാറേ? പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും. ആരെ വേണമെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാം, ജയിലിൽ അടയ്ക്കാം, കൊല്ലാം. എന്നിട്ടൊരു ആത്മഹത്യ കഥയുണ്ടാക്കും. എത്രയോ പെൺകുട്ടികളുടെ ശരീരം സാറേ കടിച്ചു കീറി അനുഭവിച്ച ശേഷം ഈ ട്രാക്കിൽ തള്ളിയിട്ടുള്ളത്. എന്നിട്ട് അവരൊരു കഥയുണ്ടാക്കും, ആത്മഹത്യ കഥ. എന്നിട്ട് അത് അവര് തന്നെ ചാനലിലും പത്രങ്ങൾക്ക് നൽകും. അതോടെ തീർന്നു. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമസ്കാരം. ഞാനിത് സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാക്കും ഇവിടെ ഇരിക്കണം. വേണ്ട, താങ്ക്സ്. നിങ്ങൾ എന്താണ് ഇരിക്കാഞ്ഞത്? നിങ്ങൾ ഇരിക്കാൻ മടിക്കും. അതുകൊണ്ടാണ് ബോധപൂർവം നിങ്ങളോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞത്. എന്നോട് നിലവിലെന്ത് അന്ന് പിച്ചക്കാരുടെ വിലയല്ല, നിലമ. സ്ഥാനമാനങ്ങളിലും ജാതിയിലും മതത്തിലും പണത്തിലും ഒക്കെയാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്. ഞാൻ യഥാർത്ഥ മനുഷ്യരിലും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. സാറ് വരുന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സാപ്പാട് വീട്ടിൽ ഒരുക്കാമായിരുന്നു. അല്ല കൈപ്പുണ്യമാണ് അനുഭവിച്ചത്. വേണ്ട വന്ന കാര്യം ആളുകൾ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്ന് ഭയപ്പെട്ടു. പിന്നീടാണ് അറിഞ്ഞത് പ്രധാനപ്പെട്ട ഓഫീസറ് നമ്മുടെ സ്വന്തമാണെന്ന്. മനസ്സിലായില്ല.
എന്റെ ഭാര്യ അലവേലുവിന്റെ ഇളയ സഹോദരി അഭിരാമസുന്ദരിയുടെ കസിൻ സിസ്റ്റർ കനകാംബരത്തിന്റെ മകൾ കനകമല്ലിയെയാണ് ഓഫീസറുടെ മകൻ നഗരാജൻ IAS ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ റിസപ്ഷൻ ടൈമില് എല്ലാം പേ ചെയ്ത് തെളിയുമാ. കനകരാജൻ കനകമല്ലി ജോഡികളെ കുറിച്ച് എപ്പോഴും ഇവിടെ വൈഡ് പബ്ലിസിറ്റി ആയി പോകുന്നത് എനിക്ക് അത് പറ്റേ. Stop it! Mr. Hariharan Subramanian Iyer. നിങ്ങളുടെ ഭ്രാന്ത് കുറച്ചുള്ള സ്ഥലമല്ലിതോ. I am an enquiry officer. You understand? എനിക്ക് കൊഞ്ചം പേശ വേണ്ടി ഇരിക്കെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മലയാളത്തിൽ പറയണം മിസ്റ്റർ. ഇപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ പെരുങ്ങളുണ്ടല്ലോ, മഹാഗണനാണ്. ജയിലിൽ പോയ തെപ്പാടിയാണ്. അവരുമായുള്ള സഹവാസം മഹാമോശമാണ്. ഗുണദോഷിക്കുകയാണോ? ഞാൻ സാറിന്റെ ഗുണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതോ നിങ്ങളുടെ ഗുണത്തിനോ മിസ്റ്റർ? ഈ സ്റ്റേഷനിൽ നടക്കുന്ന സകല കള്ളത്തരങ്ങളും കൊള്ളരുതായികളും പുറലോകാതി കഴിഞ്ഞു. നിങ്ങൾ ഒരൊറ്റ ഒരുത്തന്റെ അനാസ്ഥ കൊണ്ട് നിരപരാധികളായ 16 പേരുടെ ജീവനാണ് നഷ്ടമായത്. കുറ്റമാവില്ല നിങ്ങൾക്ക്? സാർ, ഞാൻ നിരപരാധിയാണ്. കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ പണവും സ്വാധീനവും കൊണ്ട് കുറ്റവാളികളാക്കപ്പെട്ടവര്. ആ ആക്സിഡന്റ് നടക്കുന്ന ദിവസം നിങ്ങൾ ക്യാബിനുണ്ടായിരുന്നോ? നിങ്ങൾ മനഃപൂർവ്വം ഗുഡ്സ് ട്രെയിനിന്റെ ട്രാക്ക് മാറ്റിയല്ലേ? അയ്യോ സാർ, ഞാനല്ല. അന്ന് ചട്ടിപ്പണ്ടാര അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററായിട്ടും ഞാൻ അവനെ അപ്പോഴേ സസ്പെൻഡ് ചെയ്തു. അയാൾ ജീവിതത്തിൽ നിന്ന് തന്നെ ഡിസ്മിസ്ഡ് ആയില്ലേ മിസ്റ്റർ അയ്യർ? പിന്നെന്ത് സസ്പെൻഷൻ? അതുകൊട്ടെ, പാഴ്സൽ ഓഫീസിൽ നിന്ന് സാധനങ്ങൾ കടത്തുന്നതിനെ കുറിച്ച് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് റെയിൽവേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, എനിക്ക് 6 പെൺകുട്ടികളാണ്. ഒന്നിനെ മാത്രമേ കെട്ടിച്ചയച്ചിട്ടുള്ളൂ. 5 ബാക്കിയുണ്ട്. നിങ്ങളൊരു ബ്രാഹ്മണനാണല്ലോ, പറയാതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നിനെ കെട്ടിച്ചയക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 കോടിയെങ്കിലും വേണം. അതിന് റെയിൽവേ നിന്ന് കട്ടുണ്ടാക്കാമെന്നാണോ? കോടിക്കണക്കിന് രൂപ വരുന്ന കിടക്കുന്ന ഒരു മഹാസമുദ്രമാണല്ലോ സാർ ഈ റെയിൽവേസ് എന്ന് പറയണത്. അതിൽ നിന്ന് ഈ പാവപ്പെട്ട ബ്രാഹ്മണൻ ഒരു മുമ്പിൽ വെള്ളം മുക്കിയെടുത്താൽ ആർക്കെങ്കിലും വല്ല നഷ്ടമുണ്ടോ? ആർക്കും ഒരു നഷ്ടം പറയാൻ ധൈര്യമാണ്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. മിസ്റ്റർ അയ്യർ, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അറിയാം. എന്റെ ഈ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ ഹെൽപ്പുള്ള ഓഫീസറാണെന്ന് അറിയാം. ആ പേരെ കൊണ്ട് എഴുതുന്ന മാതിരി ഇരിക്കും എന്നോട് ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ എല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞത്. ഒരു ചെറിയ ഹെൽപ്പ്. മിസ്റ്റർ അയ്യർ, നിങ്ങൾക്ക് പോകാം. എല്ലാം അനുകൂലമാകുമെന്ന് വിശ്വസിക്കട്ടെയോ? എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാനൊന്നും പ്രവർത്തിക്കില്ല. യു മേ ഗോ നൗ. അപ്പോൾ എന്നെ ശിക്ഷിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കോ? കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും മിസ്റ്റർ. മിസ്റ്റർ ഭരതരാജൻ, എന്റെ മാക്സിമം ഞാനും നോക്കും. We will meet again. Sure, sure.
ചായ. ഇല്ലേ അവിടെ വെച്ചേക്കൂ. സാറിന്റെ മുഖത്ത് എന്താ ഒരു അസ്കത? കുട്ടപ്പൻ അങ്ങനെ തോന്നിയോ? എങ്കിൽ തെറ്റി. എന്റെ ജോലി പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ തന്ന സഹകരണങ്ങൾക്കൊക്കെ നന്ദി. തുടർന്നും ഈ കേസിന്റെ അവസാനം വരെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എങ്കിലേ സത്യം ജയിക്കൂ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് സാർ സംശയം? ജീവിതത്തില് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അല്ല, തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലെങ്കിലും ഒരു ശരി ചെയ്യണമെന്നാണ് ഒരാശ. ഇനിയുള്ള കാലം മനസമാധാനത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം. അതിനാ സാറിന്റെ കൂടെ അല്ല നേരിട്ട് കൂടെ കൂടിയത്. ഇനി മനസ്സിലാകും. തെറ്റുകൾ ആർക്കും പറ്റാം. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനുഷ്യനാകുന്നു. കുടുംബം പോയിക്കോളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് കാണാം. കുടുംബം പോയിക്കോളൂ. സാർ, വെറുതെ മുനിയമ്മ, നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ஏன் சார் நீங்க எங்கிட்டே நன்றி சொல்றேன். நீங்க கேட்ட கேள்விக்கெல்லாம் சத்தியமா மறுபடி சொன்னேன். அவ்வளவுதானே, என் கடமையாச்சு அது. அதுக்காக எங்க திருட்டு பசங்கள் மிரட்டு மிரட்டுனாங்க. நான் பயப்படுவே. அவங்க കിടക്കുന്നവங்க കട്ടുറവங்க. മുനിയമ്മ, ഇവരുടെ കൈപ്പെടാതെ നിങ്ങൾ രക്ഷിച്ച പെൺകുട്ടി എന്താ അവളുടെ പേര്? ലക്ഷ്മി தானே. ആ കുട്ടി ഇപ്പോൾ ஒரு மாதமா என் வீட்டிலே பத்திரமா பாக்குறேன். அப்புறம் அவங்க வீட்டுக்காரை கூப்பிட்டு திரும்பி ஆயிடுச்சு. அப்பாவி பெண்ணு தற்கொலை பண்றதுக்காக தான் இந்த இடத்திலே வந்தேன். ஏதோ காதல் விஷயமா எந்தோ தப்பு நடந்திருக்கு. சின்ன பொண்ணு தானே, அதனால காப்பாத்து நினைச்சு காப்பாத்தினேன். മുനിയമ്മ, നിങ്ങളുടെ അമ്മ മനസ്സിലെ നന്മയാണ് നിങ്ങളാ കാട്ടിയത്. പെണ്ണ് തന്നെ പെണ്ണിനെ ചതിയിൽപ്പെടുത്തുന്ന ഈ കെട്ട കാലത്ത് ഒരു സ്വീപ്പറായ നിങ്ങൾ വലിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകിയത്. ഞാനും ഒരു അമ്മ തന്നെ. എനിക്കും ഇരിക്കെ 4 പെൺകുളത്തികൾ. അതിലൊരാൾ തന്നെയാണ് ലക്ഷ്മിയും. അതിനാൽ കാപ്പാത്തിനെ എന്നെ ഉയിര് പോയാണ് കാപ്പാത്തുവേ. അതുதான் മുനിയമ്മ. സാറ് വരാൻ പറയുമെന്ന് കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്റെ സാപ്പയില്ലേ, എങ്ങനെ നീ കാണുന്നില്ലേ? ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. മുനിയമ്മ, ഇതിന് വേറെ ചെയ്യണ്ട, പോയിക്കോളൂ. ശരി സാർ, ഞാൻ വരേ. വരട്ടുമാ. സാബു, നാളെ മുതൽ നിനക്ക് സ്റ്റേഷനിൽ നിന്റെ തട്ട് കച്ചവടം തുടങ്ങാം. അതിനുള്ള ലൈസൻസ് വർഷം പുതുക്കണം. ഇനി ഒരു അധികാരികളും നിന്നെ പീഡിപ്പിക്കില്ല. ഒരു കാര്യം, സത്യസന്ധമായിരിക്കണം കച്ചവടം. നിയമവിരുദ്ധമായത് ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇല്ല സാർ, ഇനി വഴി വിട്ട് ഒരു കച്ചവടവും ഞാൻ ചെയ്യില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് സാറിന്റെ കാലിൽ തൊട്ട് സത്യം. ആരെയും ബോധ്യപ്പെടുത്താനാവരുത് നമ്മുടെ ജീവിതം. അത് നമുക്ക് ബോധ്യപ്പെടാനാവും. അതാണ് സത്യസന്ധത. പോയിക്കോളൂ. ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ പദവിക്ക് ചേർന്ന ബന്ധങ്ങളല്ല സാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ പദവിക്ക് ചേർത്ത പ്രവൃത്തികളാണോ ചെയ്തതൊക്കെയും? അതെല്ലാം നിങ്ങളുടെ ഒരു ആരോപണങ്ങൾ മാത്രം. ഇനി എവിഡൻസ്, എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരു പിച്ചക്കാരും കള്ളന്മാരെ പറയുന്ന കെട്ടുകഥകളല്ല. നോ മിസ്റ്റർ അലക്സ്, യു ആർ മിസ്റ്റേക്കൻ. സങ്കല്പ കഥകളല്ലതൊന്നും, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ. വേണ തെളിവ്. സെപ്റ്റംബർ 10
ആ ട്രെയിൻ ആക്സിഡന്റ് നടക്കുമ്പോൾ ഡ്യൂട്ടിയിലായിരിക്കേണ്ട നിങ്ങൾ ഹോട്ടൽ പാരഡൈസിൽ റൂം നമ്പർ 17-ൽ കൂട്ടാളികളുമായിട്ട് കുടിച്ച് കൂതാടിയായിരുന്നില്ലേ? അന്നത്തെ ഡേക്ക് നിങ്ങളുടെ പേരെടുത്ത റൂം ബില്ലിന്റെ പകർപ്പ് 1700 പേജുകളുള്ള എന്റെ അന്വേഷണ റിപ്പോർട്ടിൽ 100 കണക്കിന് തെളിവുകളാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണണോ? നിഷേധിക്കണം. അപ്പോൾ എന്നെ ക്രൂസിലേറ്റം തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? നിങ്ങളെ കുരിശിലേറ്റണോ കഴിവിലേറ്റണോ എന്നൊക്കെ പരമോന്നത നീതിപീഠം തീരുമാനിക്കും. ഞാൻ അതിനാളല്ല. ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, അത്ര മാത്രം. പക്ഷേ ഈ രേഖകൾ സമർപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മിസ്റ്റർ. ഭീഷണിയാണോ? തീർച്ചയായും ഭീഷണി തന്നെ. നിങ്ങൾക്കറിയില്ല ഈ അലക്സാണ്ടർ ആരാണെന്ന്. എന്റെ പദവികൾ, എന്റെ രാഷ്ട്രീയ ഇടപാടുകൾ ഒന്നും നിങ്ങൾക്കറിയില്ല. അറിയാം, എല്ലാം. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ ഈ ശേഷി പരിസരത്തിൽ ഉണ്ടായിരുന്നു മിസ്റ്റർ അലക്സ്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പാസഞ്ചറായി, യാചകനായി, പ്രവാചകനായി, അങ്ങനെ പല പല വേഷങ്ങളിൽ. ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ല ഞാൻ എന്റെ ഔദ്യോഗിക വേഷത്തിലെത്തും വരെ. Am I correct? നിങ്ങൾ പറഞ്ഞ എല്ലാ അധോലോക ബന്ധവും എനിക്കുണ്ട്. അത് ബോധ്യപ്പെടും നിങ്ങൾക്ക് ഉടൻ തന്നെ. അറിയാം. കൈവെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ തല വെട്ടിക്കൊണ്ടുവരുന്ന ഗുണ്ടാ സംഘത്തെ നയിക്കുന്നവൻ. ഏത് കേസിനും സുപ്രീം കോടതി വരെ പോകാനും ജയിപ്പിക്കാനും തക്ക പണവും സ്വാധീനവും ക്രിമിനൽ ലോയേഴ്സും കയ്യിലുള്ളവൻ. യൂണിയൻ നേതാവിന്റെ ബലത്തിൽ പാർലമെന്റിൽ പോലും നിങ്ങൾ കീജെ വിളിക്കുന്ന ജനപ്രതിനിധികളുടെ ആശ്രിത വത്സലൻ. പക്ഷേ ഈ പ്രതിരോധങ്ങളൊന്നും പോരാതെ വരും മിസ്റ്റർ അലക്സ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതുപോലെ ഒരുപാട് കേസുകളിൽ പെട്ടിട്ടുള്ളതാണ് ഈ അലക്സാണ്ടർ. ഒരു തെളിവുമില്ലാതെ പുഷ്പം പോലെ ഇറങ്ങി പോന്നിട്ടുമുണ്ട്. പിന്നെ നോ മിസ്റ്റർ അലക്സ്, യു ആർ ടു ലേറ്റ്. ഈ 3 കേസുകൾ, പോക്സോ വരെ ഉൾപ്പെടുന്ന 3 കൊലപാതകം, ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം അബോധാവസ്ഥയിലായ പെൺകുഞ്ഞുങ്ങളെ റെയിൽവേ ട്രാക്കിൽ തള്ളി കൊലപ്പെടുത്തുന്ന സീരിയസ് കില്ലിംഗ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല മിസ്റ്റർ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടാളികളെ. പണ്ട് ദുര്യോധന രാസഭയിൽ വെച്ച് മിസ്റ്റർ ദുശാസനൻ പാഞ്ചാലിയെ ചിത്രവധം ചെയ്തൊരു കഥയുണ്ട് രാമായണത്തില്. രാമായണത്തിലല്ല സ്വാമി, മഹാഭാരതത്തിൽ. മഹാഭാരതത്തിലാണോ? സാറി, മഹാഭാരതത്തില് ഭർത്താക്കന്മാർ 5 പേർ നിരനിരയായി നോക്കി നിൽക്കുകയാണ് സംഗതി നടന്നത്. അന്ന് പാഞ്ചാലിയെ രക്ഷിക്കാൻ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ പാഞ്ചാലിയുടെ അതേ നിലവിലാണ് ആർട്ടിസോമി വന്നുഭവിച്ചിരിക്കുന്നത്. സ്വാമി, അതേ കഥയില് അഭിമന്യു ആത്മനികത്തിലേക്ക് അകപ്പെട്ട മറ്റൊരു കഥ കൂടിയുണ്ട്. ഗർഭസ്ഥ ശിശു എന്നപ്പോൾ കേട്ട അറിവ് വെച്ച് പത്മവിഹത്തിലേക്ക് എടുത്തങ്ങ് ചാടി തിരിച്ചു കയറി വരാനുള്ള വഴി അറിയാതെ കയറ്റിലേക്കല്ലേ ആ കഥയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പുരാണം നന്നായി പഠിച്ചിരിക്കുന്നു രണ്ടുപേരും. പക്ഷെ ഒരു പ്രയോജനവുമില്ല. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും പൊരുൾ സ്നേഹവും സാഹോദര്യമാണ്. ഇത് രണ്ടും അശേഷമില്ലാതായി പോയി നിങ്ങൾക്ക്. കഷ്ടം. ഞങ്ങൾക്കെല്ലാം നീങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് ചില അടിയന്തരം ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഞങ്ങളെ കൊണ്ടത് ചെയ്യരുത്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. നോ, നെവർ. അയ്യോ രാമാ, ഭരതരാജൻ, നിങ്ങൾ ഒരു ബ്രാഹ്മണൻ താനേ ഇത്ര ബുദ്ധിരാമായോ? ഞങ്ങളുടെ ഇടത്തിലെ വന്ന് ഞങ്ങൾക്ക് കുടുക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായ അനുഭവമെന്ന് കരുതിയോ? വിധി പട്ടരിൽ പൊട്ടരില്ലെന്നാണ് സൊല്ല്. എന്റെ മാതിരി അല്ല, നീ വന്ന് പൊട്ടരുതും ഇതേതാൻ കർമ്മം. എന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ നൂലിഴകൾ വിശുദ്ധിയുടെ നൈർമല്യത്തിന്റെ അടയാളമാണ് മിസ്റ്റർ അയ്യർ. അതാണ് ബ്രാഹ്മണ്യം. ഹൃദയശുദ്ധിയില്ലാത്ത നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ ചരട് കാൽ കാശിന് വിലയില്ലാത്ത വെറും നൂലിഴകൾ മാത്രം. ബ്രാഹ്മണ്യത്വത്തിന്റെ വീമ്പ് പറച്ചിനുള്ള വെറും ചരട്. ഒട്ടിച്ചേരണം മിസ്റ്റർ. മുഷിഞ്ഞു നാറിയ പാഴത്തു. സ്വാമി, പഴംപുരാണം കേൾക്കുള്ള സമയമല്ല ഇത്. പ്രവർത്തിക്കേണ്ട സമയമാണ്. വിളിക്കുന്നുണ്ട് ആൾക്കാരെ.
പണി ഇന്ന് രാത്രിയിലാണെന്ന് പറ. മിസ്റ്റർ വരദരാജൻ, നിങ്ങളുടെ റിപ്പോർട്ട് പുറലോകം കാണില്ല. നിങ്ങളും നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടും അകാലസരം പടഞ്ഞിരിക്കണു. നാളത്തെ ചാനലിൽ വരുന്ന പ്രധാന വാർത്ത ഇങ്ങനെയായിരിക്കും: റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് വരദരാജൻ ട്രെയിൻ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ റിപ്പോർട്ട് എപ്പോഴേ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? പാട്ടറി പൊട്ടനില്ലെന്നല്ലേ? ശരിയാണ് മിസ്റ്റർ, നിങ്ങൾ ഒഴിച്ചു. സാറിന് രാത്രിയാകുന്നവരെ ഗോഡൌണിൽ അടച്ചിടില്ല. രാത്രി 12:30 കോൺവോയ് എക്സ്പ്രസ് തന്നെ കൈകാര്യം. Sir, we are from CBA. You carry on. ക്ഷമിക്കണം മിസ്റ്റർ അയ്യർ. ഇന്നലെ തന്നെ അലക്സിന്റെ കൊട്ടേഷൻ സംഘത്തെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. മിസ്റ്റർ വരദരാജൻ, ഞാൻ വരും നിങ്ങളെ കാണാൻ. പൂർവ്വകാലം ശക്തിയോടെ അത് സംഭവിക്കാൻ സാധ്യതയില്ല മിസ്റ്റർ അയ്യർ. You are too late. Take it. സന്തോഷായി സാർ, പേർക്ക് സന്തോഷായി. ഇനി നമുക്ക് സമാധാനത്തോടെ മയ്യത്താവാം. ബാപ്പുട്ടി, നിങ്ങൾക്ക് മരണമില്ല. ദുർബലമായ നെഞ്ചിപ്പൂടിനുള്ളിലെ ആ ജ്വലിക്കുന്ന സത്യബോധമുണ്ടല്ലോ, ആ നിശ്ചയദാർഢ്യം, അതാണ് ഈ കേസിനെ നീതിപീഠത്തിൽ എത്തിച്ചത്. ഇനിയും നിങ്ങൾ ഉണ്ടാവണം. അവസാന വിധി വരും വരെ ദൃക്സാക്ഷിയായി. യൗവനത്തിനു മുന്നേ തല്ലിക്കൊഴിച്ച അനേകായിരം പെൺകുഞ്ഞുങ്ങളുടെ ആത്മരോധനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നില്ലേ? ഇനിയും ഒരു കുരുന്നു ജീവനും പീഡന മരണത്തിനിരയാവാതെ നമുക്ക് തുണയാവാം. ജാഗ്രതയോടെ. ഞാൻ പ്രസാദ് അയ്യമനത്തിൽ നിന്ന് വരുന്നു. ചെറുപ്പം പോലെ ചെറിയ നാടകങ്ങൾ അഭിനയിക്കുന്നു. ഇതൊരു വലിയ ഭാഗ്യമാണ് എൻ്റെ. നമ്മുടെ സുജാൻ മാസ്റ്ററോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞ ഈ അവസരങ്ങൾ ഓർമ്മയിൽ എന്ന് സൂക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തോടുള്ള നന്ദി, ആത്മീയമുള്ള നന്ദി, നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഹരിഹര സുബ്രഹ്മണ്യ, സോറി ഹരിയേറ്റുമാനൂര്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചത്. എൻ്റെ പേര് സൗപർണിക താൻസൻ. ഞാൻ ഈ നാടകത്തിൽ 2 ക്യാരക്ടറാണ് ചെയ്തത്. ആദ്യത്തെ നസ്രിനും രണ്ടാമത് രജനി എന്നുള്ള ക്യാരക്ടറും. താങ്ക് യു. എൻ്റെ പേര് ടാൻസൺ എന്നാണ്. ഞാൻ ആത്മയുടെ മെമ്പറാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ കാഷ്വൽ അനൗൺസറാണ്. എൻ്റെ പേര് സോമു മാത്യു, ആത്മയിലെ അംഗമാണ്. സുജാത ഏട്ടൻ്റെ കൂടെ ഇപ്പോൾ 3ാമത്തെ നാടകമാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ജയശ്രീ ഉപേന്ദ്രനാഥ്, വയലിൻ വിദ്വാൻ കുമ്മനം ഉപേന്ദ്രനാഥിന്റെ ഭാര്യയാണ്. മാഷിനൊപ്പം 2-3-4 പ്രാവശ്യം അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. എൻ്റെ പേര് ഷിബുമണി. ഞാൻ കുമ്മലത്ത് താമസിക്കുന്നു. പിന്നെ മാഷിൻ്റെ 2ാമത്തെ നാടകത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. തീർച്ചയായും ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മാഷിനും ഞാനിത് സമർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അബിൻ സാമ്പോൾ. ഞാൻ ഇതിൽ സാബു എന്ന കഥാപാത്രമായി അഭിനയിച്ചു. ഇത് ഞാൻ മാഷിൻ്റെ 2ാമത്തെ നാടകത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് എബ്രഹാം.
ഞാനൊരു ലോയറാണ്, അവസാന മിനിറ്റത്തെ കാസ്റ്റാണ്. ചെറിയ റോളാണെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. എൻ്റെ പേര് ദിലീപ്. എൻ്റെ ജന്മസ്ഥലം കോട്ടയമാണ്, എന്നാൽ ഇപ്പം കൊല്ലത്താണ് സ്ഥിരതാമസം. ഈ ചെറിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്ന സുജാൻ ചേട്ടന് വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് റോയ്, കോട്ടയത്ത് തന്നെയാണ് താമസം. ഞാൻ ആത്മയുടെ ഒരു മെമ്പർ കൂടിയാണ്. എൻ്റെ പേര് രാജേഷ് ജയനാണ്, ചമയ ആർട്ടിസ്റ്റാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. ഞാൻ രാജപ്പൻ ലൈറ്റ് ചെയ്യുന്നു. എൻ്റെ വീട് വൈക്കത്താണ്. പർപ്പിൾ സോൺസ് രാജപ്പൻ അറിയപ്പെടുന്നു. രാജപ്പനാണ് ലൈറ്റ് കൈകാര്യം ചെയ്തത്. എൻ്റെ പേര് നവറോഷ്. ഇവിടെ എല്ലാവരും കാശിന്ന് വിളിക്കും. എന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്ത് സംഭവപ്പെട്ടത് ഞാൻ. എൻ്റെ പേര് സുജാതൻ. ഇത്രയൊക്കെ ചെവി കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷപ്പെട്ടു. നന്നായിട്ട് എന്താണ് പറയുന്നത്,